ബാങ്ക് വിളിക്കും. ഉറങ്ങിയാൽ വളരെ വെള്ളം ഒഴിച്ചു പോകണം. ഒഴുക്കി. അവള് ചിരിക്കുന്നത് അല്ലേ? മോൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മരം എവിടെയായിരുന്നു? ഇവിടെ ഫുൾ കോമഡി ആയിരുന്നു. അനീഷ് അച്ഛൻ ചിരിച്ച് കരയുന്നു. സെറ്റിമോൾ ഇന്ന് വളരെ സന്തോഷത്തിലാണല്ലോ എന്ന് അനീഷ്. അപ്പോ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ഇറങ്ങി പോവുകയാണ്. താര കയറുവോ? എവിടെ താര? കേറട്ടെ, എന്നിട്ട് ഉറങ്ങട്ടെ. പിണങ്ങാൻ വയ്യ. അയ്യ, കേറങ്ങോട്ട്. ഞങ്ങൾ സഹിച്ചു. ഞങ്ങൾ അവിടെ കിടന്ന് ഉറങ്ങിയാലും ഞങ്ങൾ സഹിച്ചു. പിണങ്ങാൻ വയ്യാന്ന് അത് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. ബീച്ചേട്ടാ, ഞാൻ ഉറങ്ങി ഒരു വഴിക്കെത്തിയായിരുന്നു. ഇങ്ങനെയാണ് ലൈവ് പൊളിക്കുമെന്ന് പറഞ്ഞ ഇങ്ങനെയായിരുന്നല്ലേ? ഞാൻ ഇടയ്ക്ക് ഉറങ്ങിപ്പോയെന്ന് എന്നെ വന്ന് വിളിക്കുന്നത്. 2 മൊബൈൽ ഓണാക്കി വെച്ചിട്ട് ഞാൻ ഉറങ്ങിപ്പോയി. ആട്ടെ, ചുമ്മാ അല്ല ഇന്നലെ പറഞ്ഞത് ലൈവ് പൊളിച്ചേക്കാവുന്നു. മക്കളെ, ആരാധകരെ, ശാന്തരാകുവിൻ. ഞാൻ ചേച്ചിയുടെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഫേസ് എന്തിയെ? എന്തോ ഫേസ് എന്തിയെ? കേൾക്കുന്നില്ല. എന്തോ ഫേസ് എന്തിയെന്ന്? ഫേസ് ഒന്നുമില്ല, അടി കിട്ടും. ഞാൻ പറഞ്ഞില്ല ഇവിടെ ലൈറ്റ് ഒക്കെ ഓഫാണ്. അപ്പൊ ഫേസ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഫേസ് എന്ത് ചെയ്യുന്നത്? ഉറക്കത്തിന് എഴുന്നേറ്റ് വേണ്ട, കുഴപ്പമില്ല. താരാ വാ കേറ്. മുഖം കാണിച്ച് എന്റെ മുഖം കാണിച്ചപ്പോ നിങ്ങൾ പേടിച്ചു പിള്ളേരെ. ആശ്രയ ടോർച്ച് അടിച്ച് കാണിച്ചാലും മതി. ആരെങ്കിലും ഉണ്ടോ? ഞാനിവിടെ പാടാനൊക്കെ റെഡിയായി വന്നപ്പോ നിങ്ങളെല്ലാരും പോയോ? എന്റെ പാട്ട് കേൾക്കാൻ നിങ്ങൾ ആരും ഇല്ല. രാജീവേട്ടനുണ്ടോ? മതി, ധാരാളം. രാജുവേട്ടനുണ്ട്, അനുണ്ട്, അനീഷുണ്ട്, പ്രശാന്തേട്ട ഉണ്ട്, എല്ലാരും ഉണ്ട്. ഓ, സമാധാനം, പാടിക്കോ. ആശ്വാസം. ഇത് പാടിക്കോ, സുന്ദരി പാടിക്കോ. നിങ്ങളൊന്നും ഞെട്ടരുത് കേട്ടോ. എല്ലാരും സഹിച്ച് ക്ഷമിച്ചിരുന്നോളാം. എനിക്ക് അത്രേ പറയാനുള്ളൂ. നമുക്ക് രണ്ടുപേർക്കും കൊണ്ട് സുന്ദരി പാടുന്ന എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പാടി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ ചീഞ്ഞ മുട്ട, തക്കാളി, ചെരുപ്പ് ഇതൊക്കെ എറിഞ്ഞ് സ്വീകരിക്കുക. നമ്മൾ ഡ്യുവറ്റ് പാടാൻ. സുന്ദരിയാ? അത് കൊള്ളാം. ഞാൻ സുന്ദരി എന്നല്ലല്ലോ പാടുന്നേ. ഈ സംഭവം നടക്കുമ്പോ അവിടെ എന്തുവാ മറ്റേ ആശ്രയ ഇപ്പൊ സുന്ദരി പാടിയപ്പോ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. രണ്ടാള് സുന്ദരി പാടാനായിട്ട് ആശ്രയമായിരുന്നു. അത് വേണ്ട. ഞാനൊരു കവിത ചെല്ലാം. ഒരു കവിത പോലെ സാധനം ചെല്ലാം. നിങ്ങൾ ക്ഷമിക്കുക. കവിത ഒന്നും കേട്ടിരിക്കാൻ പറ്റൊരു സമയമല്ല ഇത്. ശരിക്കും എനിക്കറിയാം. എനിക്ക് പാട്ടൊന്നും അറിയില്ല പിള്ളേരെ. ബീച്ചേട്ടനെ ഉറങ്ങിയേക്കരുത്. ഞാൻ വെള്ളം കോരി ഒഴിക്കും മുട്ടത്തലേ കൂടെ. അതാണ്, നാത്തൂനുണ്ട്. ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം, എന്റെ കനവിൽ നീ എത്തുമ്പോൾ ഓമനിക്കാൻ. ഒരു മധുരമായെന്നും ഓർമ്മ വയ്ക്കാൻ, ചാരുഹൃദയാഭിലാഷമായി കരുതി വയ്ക്കാൻ. കനലായി നീ നിന്നെരിഞ്ഞൊരാ നാളിലൻ അറകൾ 4 നിനക്കായി തുറന്നു. നറുപാൽക്കുടം ചുമന്നെത്രയോ മേഘങ്ങൾ മനമാറുവോളം നിറമാരി പെയ്തു. കറുകത്തടത്തിലെ മഞ്ഞിൻ കണം തൊട്ട് കണ്ണെഴുതുമാവയൽ കിളികൾ ഓളം വകഞ്ഞെത്തുമൂടി വള്ളത്തിൽ
മുത്തീനെ